ഇന്ന് നോക്കാൻ പോകുന്ന എങ്ങനെയാണ് ഫയർവാൾ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ഒരു സ്പെസിഫിക് IP എന്ന് മാത്രം SSH HS അലോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ ഞാനിവിടെ ഒരു സ്വിച്ച് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ചിൽ 3 എൻഡ് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 എൻഡ് ഡിവൈസിൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അഡ്മിൻ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഈ ഒരു അഡ്മിൻ്റെ കമ്പ്യൂട്ടറിന് മാത്രം ഈ ഒരു സ്വിച്ചിലേക്ക് SSH HS അലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡ്മിന് മാത്രമേ ഈ സ്വിച്ചിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടാവുള്ളൂ. അതായത് ഈ ഒരു IP അഡ്രസ്സിനെ മാത്രം നമ്മൾ അലോ ചെയ്യും. ബാക്കി ഏതൊരു IPന്ന് SSH റിക്വസ്റ്റ് വന്നാലും അതിനെ ഡിസ്കാർഡ് ചെയ്യും, അതുപോലെ ലോഗ് ചെയ്യും. അപ്പോൾ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി സ്വിച്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെറ്റ് ഫയർവാൾ ഫാമിലി iNet ഫിൽട്ടർ. ഇനി നമ്മളെ ഫിൽറ്ററിൻ്റെ പേര് മൈ ഫിൽറ്റർ എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ടേം, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം SSH അലോ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മാച്ച് കണ്ടീഷൻ കൊടുക്കണം. മാച്ച് കണ്ടീഷൻ ഫ്രമ്മിൽ നമ്മുടെ സോഴ്സ് അഡ്രസ്സ്, ഇപ്പോൾ ഇവിടെ നമ്മുടെ സോഴ്സ് അഡ്രസ്സ് വരിക ഈ ഒരു IP ആണ് നമ്മുടെ സോഴ്സ് അഡ്രസ്സ്. ഇപ്പോൾ സോഴ്സ് അഡ്രസ്സ് 192.168.100.11. ഓക്കെ, ഇനി അടുത്തത്, അതായത് സെയിം ടേം തന്നെ അടുത്ത മാച്ച് കണ്ടീഷൻ നമുക്ക് പ്രോട്ടോക്കോള് നമ്മുടെ SSH യൂസ് ചെയ്യുന്ന TCP പ്രോട്ടോക്കോളാണ്. അതുകൊണ്ട് തന്നെ TCP. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ പോർട്ട്, അപ്പോൾ ഫ്രം അടുത്ത സെയിം ടേമിൻ്റെ അകത്ത് അടുത്ത മാച്ച് കണ്ടീഷൻ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന SSH ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 മാച്ച് കണ്ടീഷൻ കൊടുത്ത്, അതായത് സോഴ്സ് അഡ്രസ്സ് 192.168.100.11, അതുപോലെ പ്രോട്ടോക്കോള് TCP, ഡെസ്റ്റിനേഷൻ പോർട്ട് SSH. ഓക്കെ, അപ്പോൾ നമ്മുടെ മാച്ച് കണ്ടീഷൻ എന്ത് കൊടുത്ത്, ഇനി ഇതിനൊരു ആക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഈ 3 കണ്ടീഷനും മാച്ച് ചെയ്യുകയാണെങ്കിൽ എന്താവണമെന്ന് വേണ്ടിയിട്ട് നമുക്കൊരു ആക്ഷൻ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം ലൈൻ തന്നെ ഒന്ന് അപ്പേരോ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മാച്ച് കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് then ആണ്. ഓക്കെ, then നമുക്ക് accept ചെയ്യണം. ഓക്കെ, അതായത് ഈ 3 കണ്ടീഷൻ മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇനി ബാക്കിയുള്ള ഏതൊരു കമ്പ്യൂട്ടറിനും SSH ഡെനി ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് ടേമിൽ ഈ ഒരു സ്പെസിഫിക് IP എന്ന് മാത്രമുള്ള SSHനെ അലോ ചെയ്ത്, ഇനി ബാക്കിയുള്ള ഏതൊരു ഹോസ്റ്റിൽ നിന്നും ഡെനി ചെയ്യണം, അതായത് ഡിസ്കാർഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇതിൽ ലോഗൊന്നും കൊടുത്തില്ല, ജസ്റ്റ് accept മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഡിസ്കാർഡ് ചെയ്യാനുള്ള കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഫയർവാൾ ഫാമിലി iNet ഫിൽറ്റർ നമ്മുടെ ഫിൽറ്റർ നെയിം ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മൈ ഫിൽറ്റർ. ഇനി
ബ്ലോക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലോക്ക് ഫ്രം അതേഴ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ബ്ലോക്ക് എന്ന് കൊടുക്കുന്നുണ്ട്. ബ്ലോക്ക് അതേഴ്സ്. ഓക്കെ, അതായത് ജസ്റ്റ് പേരാണിത്. സോറി, ഇവിടെ ടേം എന്നുണ്ട്. ടേം ബ്ലോക്ക് അതേഴ്സ്. അതായത് ഇത് നമ്മുടെ സെക്കൻഡ് ടേമാണ്. ഇനി ഇവിടുത്തെ മാച്ച് കണ്ടീഷൻ ഫ്രം പ്രോട്ടോകോൾ TCP ആണെങ്കിൽ പ്രോട്ടോകോൾ TCP. ഓക്കെ, ഇനി സെയിം ലൈനിൽ തന്നെ അടുത്ത മാച്ച് കണ്ടീഷൻ ഡെസ്റ്റിനേഷൻ പോർട്ട് SSH. ഇനി നമ്മുടെ ആക്ഷൻ സെയിം ഇതിൽ ഞാൻ then, അതായത് ആക്ഷൻ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമ്മൾ then ആണ് യൂസ് ചെയ്യുക. അപ്പോൾ then ഡിസ്കാർഡ്. നമുക്ക് ഫസ്റ്റ് തന്നെ ലോഗ് ചെയ്യുക പാക്കറ്റിനെ. അപ്പോൾ ഞാൻ ലോഗ്, അതുപോലെ ഡിസ്കാർഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടേമിൽ പ്രോട്ടോകോൾ TCP ആണെങ്കിൽ ഡെസ്റ്റിനേഷൻ പോർട്ട് SSH ആണെങ്കിൽ എന്ന് പറഞ്ഞു കൊടുത്ത്. അതായത് ഇത് രണ്ട് മാച്ച് കണ്ടീഷനാണ്. ഈ രണ്ട് കണ്ടീഷനും മാച്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ പാക്കറ്റിനെ നമ്മൾ ലോഗ് ചെയ്യും. ഓക്കെ, അതുപോലെ ഡിസ്കാർഡ് ചെയ്യും. ഇത് രണ്ടും ആക്ഷനാണ്. ഇനി ഓക്കെ, ഇവിടെ അപ്പോൾ സെറ്റ് ഫയർവാൾ ഫാമിലി inet ഫിൽറ്റർ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫിൽറ്ററിൻ്റെ പേര് മൈ ഫിൽറ്റർ. അതുപോലെ ഒരു ടേം, പുതിയൊരു ടേം. ഇത് ജസ്റ്റ് അലോ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ഓൾ. ഓക്കെ, ഇത് ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനീനെ നമ്മൾ അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അലോ. ഇനി then. ഓക്കെ, ഇവിടെ അലോ. ഓക്കെ, അലോ. ഇനി ആക്ഷൻ then accept. ഓക്കെ, ജസ്റ്റ് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മളെ കോൺഫിഗറേഷൻ ഒന്ന് ഷോ ചെയ്യാം. ഷോ പൈപ്പ്ലൈൻ ഡിസ്പ്ലേ സെറ്റ്. ഇനി നമ്മുടെ ഫിൽറ്ററിൻ്റെ പേര്. ഓക്കെ, അതായത് മാച്ച് മൈ ഫിൽറ്റർ. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ കോൺഫിഗർ ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, എല്ലാ ടേമും നമ്മൾ ഫിൽറ്ററിൻ്റെ അണ്ടറിൽ തന്നെയാണ്. ഒരു സെയിം ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്തത്. ഈ ഒരു ഫിൽറ്ററിൻ്റെ അണ്ടറിൽ ഫസ്റ്റ് ടേം അലോ SSH കൊടുത്ത്, അതുപോലെ ഫസ്റ്റ് മാച്ച് കണ്ടീഷൻ ഫ്രം മാച്ച് കണ്ടീഷൻ കോൺഫിഗർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഫ്രം ഫസ്റ്റ് മാച്ച് കണ്ടീഷനിൽ സോഴ്സ് അഡ്രസ്സ് 192.168.100.11. അതുപോലെ സെക്കൻഡ് മാച്ച് കണ്ടീഷൻ പ്രോട്ടോകോൾ TCP. അതുപോലെ മൂന്നാമത്തെ മാച്ച് കണ്ടീഷൻ ഡെസ്റ്റിനേഷൻ പോർട്ട് SSH. അപ്പോൾ ഈ മൂന്ന് മാച്ച് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഈ ഒരു സോഴ്സ് അഡ്രസ്സ് 192.168.100.11 ആണെങ്കിൽ, അതുപോലെ പ്രോട്ടോകോൾ TCP ആണെങ്കിൽ, അതുപോലെ ഡെസ്റ്റിനേഷൻ പോർട്ട് SSH ആണെങ്കിൽ, ഇനി ആക്ഷൻ നമ്മൾ ദന്നിലൂടെ പറഞ്ഞു കൊടുത്ത് ഇത് മൂന്ന് മാച്ച് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം നമ്മളിവിടെ എൻഡ് ചെയ്ത്, പിന്നെ അടുത്തൊരു ടേം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഹോസ്റ്റിൽ നിന്ന് വരുന്ന SSHനെ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു ടേം പേര് കൊടുത്ത് ബ്ലോക്ക് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഫസ്റ്റ് മാച്ച് കണ്ടീഷൻ കൊടുത്ത് പ്രോട്ടോകോൾ TCP ആണെങ്കിൽ, അതുപോലെ ഡെസ്റ്റിനേഷൻ പോർട്ട് SSH ആണെങ്കിൽ ആക്ഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തു ഇത് രണ്ടും ഇങ്ങനെയാണെങ്കിൽ ഇതിനെ
ലോഗ് ചെയ്യണം, അതുപോലെ ഡിസ്കാർഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, ഇവിടെ നമ്മൾ എൻ്റയർ TCP അതായത് എൻ്റയർ SSH റിക്വസ്റ്റിനാണ് നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. നമ്മളൊരു സ്പെസിഫിക് IP ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഓക്കെ, അപ്പോൾ ഏതൊരു ഹോസ്റ്റിൽ നിന്ന് SSH ആക്സസ് വന്നാലും ഇത് ഡിനി ചെയ്യും. ഡിസ്കാർഡ് ചെയ്യും. അതുപോലെ ഡീഫോൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പുതിയൊരു ടേം പറഞ്ഞു കൊടുത്ത്, ടേം അലോ ഓൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആക്ഷൻ നമ്മൾ അക്സെപ്റ്റ് കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒരു ഇൻ്റർഫേസിലേക്ക് അസൈൻ ചെയ്യാം, ഫയർവാൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫിൽറ്ററിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഇൻ്റർഫേസ് നമ്മൾ ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസിലാണ് ഇത് അസൈൻ ചെയ്യുന്നത്. ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസ് യൂണിറ്റ് 0 ഫാമിലി inet ഫിൽറ്റർ. ഓക്കെ, ഫിൽറ്റർ ഇവിടെ നമുക്കറിയാം നമ്മളെ ഫിൽറ്റർ ഇൻപുട്ട് ഫിൽറ്ററാണ്. ഇപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ കാണാം നമ്മളത് റിസീവ്ഡ് പാക്കറ്റ്സ് ആണ്. ഓക്കെ, സ്വിച്ച് റിസീവ് ചെയ്യുന്ന പാക്കറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻപുട്ട് പാക്കറ്റ്സ്. ഇനി നമ്മുടെ ഫിൽറ്ററിൻ്റെ പേര് മൈ ഫിൽറ്റർ എന്നാണ്. എൻ്റർ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് കമ്മിറ്റ് കൊടുത്തു. ഓക്കെ, കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ ജസ്റ്റ് ഈ കമ്പ്യൂട്ടറിന് അസൈനായ IP ഒന്ന് ജസ്റ്റ് ഷോ ചെയ്യാം. IP config. ഓക്കെ, ഇവിടെ 192.168.100.13 ആണ് ഈ കമ്പ്യൂട്ടറിൻ്റെ IP. ഞാൻ ജസ്റ്റ് ഈ ഇമേജിൽ ഈ ഒരു കമ്പ്യൂട്ടറാണ് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്കൊന്ന് SSH ആക്സസ് ചെയ്ത് നോക്കാം. SSH റൂട്ട് അറ്റ് ഇനി നമ്മുടെ ഗേറ്റ് വേ, അതായത് ഗേറ്റ് വേ ഡിവൈസ്, ഈ ഒരു ഡിവൈസിലേക്ക് 192.168.100.1. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാം നമുക്ക് SSH ആക്സസ് കിട്ടുന്നില്ല ഈ ഒരു IP-ന്ന്. ഇവിടെ നമുക്കൊരു മെസ്സേജ് വരും. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം കണക്ട് ഹോസ്റ്റ് 192.168.100.1 പോർട്ട് 22 കണക്ഷൻ ടൈം ഔട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ IP ഒന്ന് ചേഞ്ച് ചെയ്യാം. IP ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു IP ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഡിസേബിൾ ചെയ്ത് എനേബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ കമ്പ്യൂട്ടറിൻ്റെ IP ഒന്നുകൂടെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ IP നമ്മുടെ ചേഞ്ച് ചെയ്തിട്ട് 192.168.100.11 ആയിട്ടുണ്ട്. അതായത് ഈ ഒരു IP ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി SSH ആക്സസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി PC-യുടെ കമാൻഡ് പ്രോംപ്റ്റിൽ സെയിം കമാൻഡ്, അതായത് ഈ ഒരു സെയിം കമാൻഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഒരു IP-ന്ന് നമുക്ക് SSH വഴി സ്വിച്ചിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പാസ്വേഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്വിച്ചിൽ എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി നമുക്ക് ഈ ഒരു IP വെച്ചിട്ട് ഈ സ്വിച്ചിലേക്ക് മാനേജ് പർപ്പസിന് വേണ്ടിയിട്ട് SSH ആക്സസ് വഴി കയറാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഏതൊരു IP-ന്നും ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചിൻ്റെ ലോഗോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൺ ഷോ ലോഗ് ഡീറ്റെയിൽസ്. ഓക്കെ, റൺ ഷോ ഫയർവാൾ ലോഗ് ഡീറ്റെയിൽസ്. ഓക്കെ, എൻ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ടൈം ഓഫ് ലോഗ് കാണിക്കുന്നുണ്ട്, അതുപോലെ ഡേറ്റ് ടൈം. ഇനി ഫിൽട്ടർ ആക്ഷൻ ഡിസ്കാർഡ് കാണിക്കുന്നുണ്ട്, അതുപോലെ ഏത് ഇൻ്റർഫേസിലാണോ നമ്മൾ PC കണക്ട് ചെയ്തിരുന്നത് അത് കാണിക്കുന്നുണ്ട്. പിന്നെ
പ്രോട്ടോക്കോൾ കാണിക്കുന്നുണ്ട്, TCP പാക്കറ്റ് ലെങ്ത് കാണിക്കുന്നുണ്ട്, സോഴ്സ് അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഈ സോഴ്സ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അഡ്രസ്സാണ്. ഓക്കെ, ഇതുവഴിയായിരുന്നു നമുക്ക് SSH ഡിസ്കാർഡ് ചെയ്തത്. ഓക്കെ, ഇനി ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്വിച്ചിൻ്റെ IP 192.168.100.1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫയർവാൾ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു SSH കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഒരു സ്പെസിഫിക് IP എന്ന് മാത്രം. ഓക്കെ.